ഭഗവാന്റെ പാദത്തിലല്ലേ ചവിട്ടുന്നത് ജനങ്ങൾ, അല്ലേ? അപ്പോൾ ഇത് പാവം അറിഞ്ഞിട്ട് ചവിട്ടിയ, അറിയാതെ ചവിട്ടിയാൽ നമ്മൾ സോറി ശ്രമിക്കണേ തൊട്ടുകൾ വയ്ക്കും. അറിഞ്ഞിട്ട് ചവിട്ടിയാലോ, ഇത് അറിഞ്ഞിട്ടല്ലേ ചവിട്ടുന്നത്. അത് ബ്രാഹ്മണർക്കാണല്ലോ അങ്ങോട്ട് എല്ലാം അധികാരമുള്ളൂ. ഈ ബ്രാഹ്മണർ ഭഗവാന്റെ പാദത്തേക്ക് ഒരു ചവിട്ടുകല്ലേ എന്നാണ് എൻ്റെ ചോദ്യം ഉണ്ടായിരുന്നത്. മുല്ലപ്പള്ളി പട്ടേരി ആണ് ഈ വെച്ചാൽ സാമൂതിരി രാജാവ് ചേന്നോസ് നാരായണ നമ്പൂതിരിക്ക് ഒരു ശിക്ഷ കൊടുത്തതായിട്ടാണ് ഈ തന്ത്രവിഷയ ഗ്രന്ഥത്തെപ്പറ്റി പറയുന്നത്. കുഴപ്പാവടം ചാക്യാർക്കും ഒരു ശിക്ഷ കൊടുത്തു, കൂത്തിൻ്റെ പ്രബന്ധം ഉണ്ടാക്കാൻ പറഞ്ഞു. എൻ്റെ ഇല്ലക്കാർക്കും ഒരു ശിക്ഷ കൊടുത്തു, ആയിത്താചാരണത്തിൽ ഗ്രന്ഥം ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാനും എൻ്റെ കുടുംബം നശിച്ചു. സത്യത്തിൽ കുഴപ്പാവടം ചാക്യാർ നശിച്ചു, മുല്ലപ്പള്ളി നശിച്ചു, കുഴപ്പാവടം നശിച്ചു, പിന്നെ ചേന്നോസ് നശിച്ചു. ചേന്നോസ് സത്യം പറഞ്ഞാൽ അഴകത്തുനിന്ന് ദത്താണ്. ചേന്നോസ് നശിച്ചു സത്യത്തിൽ. അപ്പോഴാണ് ഈ കഥ പറയുകയാണ്. അപ്പോൾ സാമൂതിരി രാജാവ് അപ്പോൾ 1982 കാട്ടുമാട് നാരായണൻ്റെ ഒരു ലേഖനത്തിൽ ഗുരുവായൂർ നടക്കുന്ന ഒരു ഭക്തപ്രിയയാണ്. ആ ഭക്തപ്രിയയിൽ പറയുന്നുണ്ട് സാമൂതിരി രാജാവ് ചേന്നോസ് നാരായണ നമ്പൂതിരിക്ക് കൊടുത്തൊരു ശിക്ഷയായിട്ട് പറയുന്നുണ്ട് ഭക്തപ്രിയയിൽ. അതിനുശേഷമാണ് മുല്ലപ്പള്ളി പട്ടേരി മുല്ലപ്പള്ളി കട്ടേരി കണ്ടതിന് ശേഷമാണ് നാരായണൻ ഇത് പറയുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അപ്പോൾ ഇത് ശിക്ഷ എന്താണെന്ന് അവർക്കറിയും. നാരായണനെ പോയി കണ്ടു ഞാൻ. ശിക്ഷ എന്താണെന്നറിയില്ല. നാരായണൻ പറഞ്ഞു തത്വങ്കിലും കഥ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ശിക്ഷ എന്താ കൊടുത്തതെന്ന് എനിക്കറിയില്ല, മുല്ലപ്പള്ളി പട്ടേരിക്കും അറിയില്ല. ഇങ്ങനെയാണ് ഈ 3 ഗ്രന്ഥങ്ങൾ ഉണ്ടാവാനുണ്ടായ കാരണം എന്നാണ് മുല്ലപ്പള്ളി പട്ടേരി എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് 1998 തോന്നുന്നു ശ്രേഷ്ഠനും മഹാനുമായ മാധവജി എഴുതിയ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്നൊരു ഗ്രന്ഥം. അത് മാധവജി ആണെങ്കിൽ എൻ്റെ ഗുരുവാണ്. സത്യം പറഞ്ഞാൽ അത് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത്, ഇല്ലായിരുന്നില്ല. പക്ഷേ അദ്ദേഹം എഴുതിയ ആ ഗ്രന്ഥം നോക്കിയപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരം, ഇപ്പോൾ ഗുരുവായൂരാന്ന് വിചാരിക്കുക, ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ ഗോപുരം എന്ന് പറഞ്ഞത് ഭഗവാന്റെ പാദമായിട്ട് പറയുന്നു. അവിടുന്ന് അതെ കൊടുമരം നട്ടലായിട്ട് പറയുന്നു, വലിയ ബലിക്കല്ല് അരക്കെട്ടായിട്ട് പറയുന്നു, മുഖമണ്ഡപം നമസ്കാരമണ്ഡപം എന്നുള്ളത് മുഖമായിട്ട് പറയുന്നു, ശ്രീകോവിൽ എന്നുള്ളത് ഗർഭഗൃഹമായിട്ട് പറയുന്നു, മുകളിലേക്കുള്ള ഭാഗം തലയായിട്ട് പറയുന്നു, കിരീടം താഴികക്കുടായിട്ട് പറയുന്നു, താഴികക്കുടം കിരീടമായിട്ട് പറയുന്നു. അപ്പോൾ ഭഗവാൻ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചെന്ന് നോക്കുമ്പം അന്തശയനത്തിലല്ലേ കിടക്കുന്നത് സാർ? അതെ അല്ലേ? അതെ അതെ. അപ്പോൾ പാദത്തെ ചവിട്ടുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? അല്ല, സങ്കല്പത്തിന് വിലയുണ്ടല്ലോ. കയറാണോ അവിടെ? സംശയമാണ്. പാമ്പാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കയറ് തന്നെയാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ബലിയിൽ ഇപ്പോൾ എവിടെയൊക്കെ ബലി ഇടാറുണ്ട്, അല്ലെങ്കിൽ പൂജാരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പത്മത്തിലേക്ക് ആവാഹിക്കാറുണ്ട്, സങ്കല്പിക്കുകയല്ലേ നമ്മൾ ചെയ്യുക, അല്ലേ? അപ്പോൾ ഭഗവാന്റെ പാദത്തിലല്ലേ ചവിട്ടുന്നത് ജനങ്ങൾ, അല്ലേ? അപ്പോൾ ഇത് പാവം അറിഞ്ഞിട്ട് ചവിട്ടിയ, അറിയാതെ ചവിട്ടിയാൽ നമ്മൾ സോറി ശ്രമിക്കണേ തൊട്ടുകൾ വയ്ക്കും. അറിഞ്ഞിട്ട് ചവിട്ടിയാലോ, ഇത് അറിഞ്ഞിട്ടല്ലേ ചവിട്ടുന്നത്. അത് ബ്രാഹ്മണർക്കാണല്ലോ അങ്ങോട്ട് എല്ലാം അധികാരമുള്ളൂ. ഈ ബ്രാഹ്മണർ ഭഗവാന്റെ പാദത്തേക്ക് ഒരു ചവിട്ടുകല്ലേ എന്നാണ് എൻ്റെ ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പം മാധവജി എൻ്റെ ഗുരുവാണ്, പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിലാണ്. ആ ഗ്രന്ഥം സർട്ടിഫിക്കറ്റ് ചെയ്തേക്കുന്നത് പിന്നെ പുതുവനെയാണ്. അപ്പോൾ ആ ഗ്രന്ഥത്തിൽ കണ്ട കാര്യമാണ്. അപ്പോൾ ഗോപുരം എന്നുള്ളത് പാദമാക്കി, കൊടുമരം എന്നുള്ളത് നട്ടലാക്കി, വലിയ ബലിക്കളെന്ന് അരക്കെട്ടാക്കി, നമസ്കാരമണ്ഡപം എന്നുള്ളത് മുഖമണ്ഡപമാക്കി, ശ്രീകോവിൽ എന്നുള്ളത് ഗർഭഗൃഹമാക്കി, മുകളിലേക്ക് തലയാക്കി, ആ താഴിക കിരീടം എന്നുള്ളത് അല്ലെങ്കിൽ താഴികക്കുടം എന്നുള്ളത് കിരീടമാക്കി. പുറത്ത് 24 ഇന്ദ്രിയങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു. അതെ. അപ്പോൾ പുറത്ത് ആ ബലിക്കലുകളൊക്കെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളാക്കി. ആ ഇന്ദ്രിയങ്ങളെയൊക്കെ അവിടെ സത്യം പറഞ്ഞാൽ ദേവന്മാരൊക്കെ, ആ ദേവന്മാർക്ക് അന്നം കൊടുത്തിട്ട് ചൂലുകൊണ്ട് അടിച്ച് ചാണകവെള്ളം തളിക്കുക. സാർ ആലോചിച്ച് നോക്കൂ, ഇതെങ്ങനെ സംഭവിച്ചത്? ദേവന്മാരാണ്,
ഇന്ദ്രിയങ്ങളൊക്കെ ബലിക്കലുകളാണ്. ആ ബലിക്കലുകളൊക്കെ ദേവന്മാരായി സങ്കല്പിക്കുന്നു. ആ ദേവന്മാർക്ക് അന്നപാനീയങ്ങൾ കൊടുത്തിട്ട് ചൂലുകൊണ്ടടിച്ച് ചാണകം തളിക്കുക. ആരാ അന്നപാനീയങ്ങൾ കൊടുക്കുന്ന ആരാണ്? ശ്രേഷ്ഠനായ ബ്രാഹ്മണൻ. ചൂലുകൊണ്ട് അടിക്കുന്നത് ആരാണ്? ശൂദ്ര സ്വഭാവമുള്ളത്. അപ്പോൾ ഇത് എന്താ ചെയ്യും? അപ്പോൾ എൻ്റെ കുടുംബം, എൻ്റെ ഇല്ലമൊക്കെ നശിച്ചു. എങ്ങനെ നശിച്ചു എന്നാണ് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഈ കഥകൾ കേൾക്കുന്നത് സാർ. വേറെ കേട്ടല്ല. ഇത് ശരിയാണ് തെറ്റെന്ന് അറിയാൻ ഞാനൊരു ഒരു അനവധി ആൾക്കാരെ പോയി കണ്ടിട്ടുണ്ട്. ആ ചാർട്ട് അതിനകത്തുണ്ട് സാർ, നോക്കാം. ഒരാളെങ്കിലും തത്വങ്കലം അങ്ങ് പറയുന്നത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ശരിയാണെന്ന് പറയണ്ട, തെറ്റായിപ്പോയി അങ്ങ് പറഞ്ഞതെന്ന് പറഞ്ഞൂടെ സാർ? ഒരാളെടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ താൻ മണ്ടനാണ്, തനിക്കൊന്നും അറിയില്ല, ഇതൊന്നും ശരിയല്ല താൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞില്ല. അപ്പോൾ ഞാനിത് എഴുതിയിട്ട് ഇങ്ങനെ നടന്നു. തെറ്റായ കർമ്മങ്ങൾ പൂർവികന്മാർ ചെയ്തുകൊണ്ടാണ് നശിച്ചതെന്നാണല്ലോ. തെറ്റെന്താണെന്ന് അദ്ദേഹത്തിനും അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ അലിഞ്ഞ് നടന്ന് ക്ഷീണിച്ച് ഗുരുവായൂരെത്തിയപ്പം ഈ കഥ കേൾക്കുകയാണല്ലോ. അങ്ങനെയാണ് കഥ. അപ്പോൾ ഞാനിത് കാണിക്കാത്തവരില്ല. ആ റിപ്പോർട്ട് ഞാൻ പിന്നെ ഇനി ലോകത്തിലുള്ള മന്ത്രിമാർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ അയച്ചു നേരിട്ട് കണ്ടു കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് സാർ, അതും പറയട്ടെ, ആത്മഹത്യ ചെയ്യാം 1994 ഞാനും കുടുംബവും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ് സാർ. ഞാൻ ജോലി രാജിവെച്ചു. എനിക്ക് പെരുമ്പാവൂർ ട്രാവൻകൂർ ജോലി ഉണ്ടായിരുന്നു. സ്വധർമ്മം അനുഷ്ഠിക്കണം എന്നുള്ള ചിന്തയിൽ ജോലി രാജിവെച്ചിട്ട് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോന്നു. ക്ഷേത്രത്തിലേക്ക് വന്നപ്പോഴാണ് സംഗതി തെറ്റി. അടിതെറ്റി ആനയും വീഴുന്ന പറയല്ലേ. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ മുല്ലപ്പള്ളിപ്പട്ടേരിയാണ് ഈ കഥ പറഞ്ഞു തന്നത്. അപ്പോൾ പൂട്ടിക്കിടക്കുന്ന അനവധി ക്ഷേത്രങ്ങൾ ഞാൻ പോയി കിടന്നു. ആരും വരില്ലല്ലോ, ക്ഷേത്രത്തിലേക്ക് ആരും വരില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് പൂജ കഴിച്ചിരിക്കാമല്ലോ. അനവധി കേരളത്തിലെ പൂട്ടിക്കിടക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് പൂജ കഴിച്ചു. അപ്പോൾ അപ്പോഴും എനിക്ക് പൂട്ടിക്കിടക്കുന്ന ക്ഷേത്രം അവിടെ ആരെങ്കിലേക്ക് വരില്ലേ സത്യത്തിൽ. അപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാം, അതല്ലത്, ഇനി ജീവിച്ചിരിക്കുകയല്ല. അനവധി ആൾക്കാരെ പോയി കണ്ടപ്പോൾ സമാധാനമില്ല, ശാന്തിയില്ല. ആത്മഹത്യ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴാണ് സാർ എനിക്കൊരു പാർത്ഥസാരഥി വിഗ്രഹത്തെ ദാനമായി കിട്ടുകയാണ്. അത് പാർത്ഥസാരഥി വിഗ്രഹത്തെയാണ്. അത് സ്വർണ്ണമാണോ വെള്ളിയാണെന്നൊന്നും നോക്കിയിട്ടില്ല, ഐശ്വര്യപൂർണ്ണമാണ്. ഞാൻ ഗീത വായിക്കാൻ ഗുരു ഉപദേശം തന്നു. ആ ഗീതയിൽ നിന്ന് എനിക്ക് കുറച്ച് മാറ്റങ്ങളെനിക്ക് തോന്നി. പക്ഷേ ജനങ്ങളെ ഉദ്ധരിക്കാനല്ല, ഇല്ല നശിക്കാതെ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനാണ് സത്യത്തിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് അങ്ങ് ഗീത വായിക്കൂ എന്നാണ്. വേറെ അങ്ങനെ പോയപ്പോഴാണ് ഈശ്വരങ്കിലേക്ക് പ്രവേശിക്കാൻ സ്വധർമ്മം അങ്ങനെയൊക്കെയാണ് ഞാൻ വന്നത്. ഞാൻ അന്യായ മാർക്സികാരനായിരുന്നു, കൊടിമൂത്ത് മാർക്സികാരനാണ്. പറഞ്ഞാൽ വിട്ടും ഒരു ആവശ്യമൊന്നുമില്ല. അന്ന് നേതാക്കന്മാർ വന്നത് മുമ്പിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു ഗാങ്ങായിരുന്നു. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.